ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 11-ാം ഞായർ. വേദപാഠകം എന്ന് പറഞ്ഞാൽ ലക്ഷണറി, വേദപഞ്ചാംഗം എന്നാണ് സീറോ മലബാർ സഭയിലൊക്കെ പറയുക. പഞ്ചാംഗം. വേദപാഠകം എന്നാണ്. പാഠകം, പാഠമല്ല പാഠകം എന്നാണ് ലത്തീൻ സഭയിൽ പറയുക. ലക്ഷണറി എന്ന് പറയും. അതായത് കുർബാനയിൽ വായിക്കുന്ന വായനകൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. നമുക്ക് ബൈബിളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ലിറ്റർജിയിൽ വായിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടത്. അതിനാണ് വേദപാഠകം എന്ന് പറയുക. ചിലർ വേദപാഠം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയണേ. അപ്പോൾ ലത്തീൻ വേദപാഠകം അനുസരിച്ച് 11-ാം ഞായറാഴ്ച, സാധാരണ കാലം 11 ഞായറാഴ്ച, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6 മുതൽ 11 വരെ വാക്യങ്ങളാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. ഒരുപക്ഷെ ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. അവൻ രക്തത്താൽ നീതിമൽക്കരിക്കപ്പെട്ട ശേഷമോ നാം അവൻ മൂലം എത്രയോ അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് രമ്യത വന്നുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം നാം അവന്റെ ജീവൻ മൂലം എത്രയോ അധികമായി രക്ഷിക്കപ്പെടും. മാത്രമല്ല, നമുക്കിപ്പോൾ രമ്യത ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിലെ പൊതുവായ പ്രമേയം നീതിവൽക്കരിക്കപ്പെട്ടവർ രക്ഷ പ്രാപിക്കുന്ന എങ്ങനെയെന്നാണ്. 4-ാമത്തെ അധ്യായത്തില് നാം നീതിവൽക്കരിക്കപ്പെടുന്ന എങ്ങനെയാണ് 3-ഉം 4-ഉം അധ്യായത്തിൽ പറയുന്നുണ്ട് റോമാലേഖനം. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നീതിവൽക്കരിക്കപ്പെട്ടവർ രക്ഷ പ്രാപിക്കുന്ന എങ്ങനെ, അതാണ് മെയിൻ വിഷയം. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസമാണ് മനുഷ്യരെ നീതിവൽക്കരിക്കുന്നതെന്ന് പൗലോസ് വ്യക്തമാക്കി 3-ഉം 4-ഉം അധ്യായങ്ങളില്. നീതിവൽക്കരിക്കപ്പെട്ടവര്, ദൈവത്തിന് മുമ്പിൽ നീതിവൽക്കരിക്കപ്പെട്ടവർ എങ്ങനെ രക്ഷ ആസ്വദിക്കും, രക്ഷ പ്രാപിക്കും? അതിന് പൗലോസ് കൊടുക്കുന്ന മറുപടി 5:9 അവന്റെ രക്തത്താൽ നീതിവൽക്കരിക്കപ്പെട്ട ശേഷമോ നാം അവൻ മൂലം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ക്രിസ്തുവിന്റെ ഉത്ഥാനത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടുവെന്നാണ് പൗലോസ് 4-ാമത്തെ അധ്യായം 25-ാം വാക്യത്തിൽ പറഞ്ഞത്. റോമാലേഖനം 4:25 പറയാണ്, ക്രിസ്തുവിന്റെ ഉത്ഥാനത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു. ഇപ്പൊ പറയാ, ക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു. രക്തം സൂചിപ്പിക്കുന്നത് കുരിശിലെ ബലിയാണ്. അപ്പോൾ ഉത്ഥാനത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 4:25 പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് അവന്റെ രക്തത്താലാണ് നാം നീതിവൽക്കരിക്കപ്പെട്ടത്, അതായത് അവന്റെ മരണത്താൽ. അപ്പോൾ മരണവും ഉത്ഥാനവും ക്രിസ്തു സംഭവം എന്ന ഒരേ ഒരു സംഭവത്തിന്റെ അനിവാര്യ ഭാഗമാണ്, അഭേദ്യമായ ഭാഗമാണ്. മരണവും ഉത്ഥാനം തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല യേശുവിന്റെ കാര്യത്തിൽ. ആ മനുഷ്യരെ നീതിവൽക്കരിക്കുന്ന രക്ഷിക്കുന്ന ഒരേ ഒരു ക്രിസ്തു സംഭവമാണ് ഈ മരണവും ഉത്ഥാനവും. അതുകൊണ്ടാണ് ആദ്യം ഉത്ഥാനത്തിൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു എന്ന് 4:25 പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു അവന്റെ രക്തത്താൽ, അവന്റെ മരണത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് ഈ രക്തം കൊണ്ടുള്ള നീതിവൽക്കരണം? ഉത്ഥാനത്താൽ നീതിവൽക്കരണം 4-ാമത്തെ അധ്യായത്തിലാണ്, അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് രക്തം കൊണ്ടുള്ള നീതിവൽക്കരണം, അവന്റെ രക്തത്താൽ നാം നീതിവൽക്കരിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കൃപാസനവും രക്തവും നീതിയും തമ്മിലുള്ള ബന്ധമാണ് പൗലോസോട് വർണ്ണിക്കുന്നത്. ക്രിസ്തുവാണ് പാപപരിഹാരത്തിന്റെ കൃപാസനമെന്ന് റോമാലേഖനം 3-ാമത്തെ അധ്യായം 23 മുതൽ 25 വാക്യങ്ങളിൽ പൗലോസ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൃപാസനം എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത്, സമാഗമ കൂടാരത്തിലാണെങ്കിലും പിന്നീട് ജെറുസലേം ദേവാലയത്തിലാണെങ്കിലും വിശുദ്ധ സ്ഥലം, പിന്നെ അതിവിശുദ്ധ സ്ഥലം. ഇപ്പൊ നമ്മൾ മധുബഹ എന്നൊക്കെ പറയുന്നത് പോലെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന ഉടമ്പടിയുടെ പേടകമുണ്ട്. ആ പേടകത്തിനുള്ളിൽ 3 കമ്പാർട്ട്മെന്റ് ആണ്. ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വായിച്ചാൽ അതിന്റെ ഒരു രക്തചുരുക്കം കിട്ടും. 3 കമ്പാർട്ട്മെന്റ്. ഒന്നില് ഒരു സ്വർണ്ണ കലശത്തിലെ മന്ന, നടുക്ക് അഹറോന്റെ തളിർത്ത വടി, പിന്നെ 2 കല്ലുകള് ദൈവകൽപ്പന എഴുതിയത്. അതാണ് ആ പെട്ടിക്കകത്ത്. ആ പെട്ടിന്റെ മൂടി, സ്വർണം കൊണ്ടുള്ള അടപ്പ്, ആ അടപ്പിനെയാണ് കൃപാസനം എന്ന് വിളിക്കുന്നത്.
ആ മൂടിയിൽ മേലാണ് യാഹ്വയുടെ സിംഹാസനമായ 2 ക്രോവന്മാര് ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മൂടിയും ഈ ഇതുണ്ടല്ലോ, ഈ ക്രോവൻ മാലാഖമാര് ഈ മൂടിയോട് ചേർത്ത് പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേർതിരിക്കാൻ പാടില്ല. പുറപ്പാട് പുസ്തകം 25 അധ്യായം 17 മുതൽ 22 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. യാഹ്വയുടെ ആസനമാണ് കൃപാസനം. യാഹ്വയുടെ ആസനം, ഇരിപ്പിടം. ഇതിനുള്ള ഹീബ്രു വാക്ക് കപ്പോരത്ത് എന്നാണ്. കപ്പോരത്ത് മായ്ച്ചു കളയുക, തൂത്ത് കളയുക, തുടച്ചു കളയുക, ഒപ്പിയെടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിന് ശരിക്കും അർത്ഥം. കപ്പോരത്ത് വാക്കിനർത്ഥം മായ്ച്ചു കളയുക, തൂത്ത് കളയുക, തുടച്ചു കളയുക, അത് ഒപ്പിയെടുക്കുക. അപ്പോ ഉടമ്പടിയുടെ പേടകത്തെ മൂടിയിരുന്ന ആ കപ്പോരത്ത് എന്ന് വിളിക്കുന്നതിന് കാരണം, ഈ ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ആ സ്ഥലം, ദൈവം എഴുന്നള്ളിയിരിക്കുന്ന സ്ഥലം, അവിടെ ആണ്ടിലൊരിക്കല് പാവപരിഹാര ദിനത്തില് യോം കിപ്പോരും എന്നാണ് പറയാ. മഹാപുരോഹിതൻ അതിവിച്ച സ്ഥലത്ത് പ്രവേശിച്ച് ആ മൂടിയില് ബലിരക്തം ഒഴിക്കും 7 തുള്ളി. പാപം ഒപ്പിയെടുത്ത് തുടച്ച് നീക്കുന്നു എന്നാണ് അതിനർത്ഥം. ഈ മൃഗബലിയുടെ മൃഗത്തിന്റെ രക്തം 7 തുള്ളി അവിടെ ഒഴിക്കുമ്പോൾ ആ രക്തം കൊണ്ട് മനുഷ്യന്റെ പാപങ്ങളെല്ലാം ഒപ്പിയെടുത്ത് തൂത്തു മാറ്റുന്നു എന്നാണ് സങ്കല്പം. മൃഗത്തിന്റെ രക്തം കൊണ്ട് പറ്റില്ല, പക്ഷെ എങ്കിലും ആ ചിന്ത വളരെ ഗൗരവമാണ്, ഉന്നതമാണ്. രക്തം കൊണ്ടാണ് പാപം തൂത്ത് കളയാൻ പറ്റും. മൃഗരക്തം കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായി യേശുക്രിസ്തു വന്നത്. അപ്പൊ ലേവ്യരുടെ പുസ്തകം 16 അധ്യായം 14 മുതൽ 20 വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. രക്തം കൊണ്ടാണ് പാപം തൂത്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണ് കപ്പരത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തൂത്ത് കളയുന്ന എന്നാണ് ആ വാക്കിനർത്ഥം. കൃപാസനം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും പാപം തൂത്ത് കളയുന്ന, തുടച്ചു കളയുന്ന എന്നാണ് ആക്ഷരികമായ അർത്ഥം. സെപ്തിയന്ത പരിഭാഷയിൽ അതിനെ ഹിലാസ്തേരിയോൻ എന്നാണ് തർജ്ജമ ചെയ്തത്. ഹിലാസ്തേരിയോൻ എപ്പിഥെമ എന്നാണ് പൗലോസ് ഉപയോഗിച്ച വാക്ക്. പാവപരിഹാരത്തിന്റെ അടപ്പ്, പാവപരിഹാരത്തിന്റെ മൂടി എന്നൊക്കെയാണ് ആക്ഷരികം. പുറപ്പാട് 25:17. പിന്നീട് ഹിലാസ്തർ എന്ന വാക്ക് മാത്രമായി ഉപയോഗിക്കാൻ തുടങ്ങി. പാവപരിഹാരത്തിന്റെ അടപ്പ് എന്നതിന് പകരം പാവപരിഹാരത്തിന്റെ കൃപാസനം, പാവപരിഹാരത്തിന്റെ ഇരിപ്പിടം, അടപ്പ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഈ പാവപരിഹാരത്തിന്റെ മാർഗം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർട്ടിൻ ലൂതറാണ് കൃപാസനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പാവപരിഹാരത്തിന്റെ കൃപാസനമാകുവാൻ ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് റോമാലേഖനം 3:25 പൗലോസ് പറഞ്ഞത്. ഇസ്രായേലിന് പാവപരിഹാര ദിനത്തിൽ നടത്തിയ ആചാരത്തിലൂടെ എന്താണോ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചത്, അത് ക്രിസ്തു തന്റെ രക്തം ചിന്തി ഒരിക്കൽ എന്നേക്കുമായി യാഥാർത്ഥ്യമാക്കി. പഴയ നിയമത്തിൽ പ്രതീകമായിരുന്നു. മൃഗബലിയുടെ രക്തം ഉപയോഗിക്കുമ്പോൾ രക്തം കൊണ്ടാണ് പാപം തൂത്തുകളയാൻ പറ്റുമെന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷെ മൃഗരക്തം കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ദൈവവും മനുഷ്യനും പാപമോ ഇല്ലാത്തവനായ ഒരാളുടെ രക്തം കൊണ്ട് മാത്രമേ പാപികളായ മനുഷ്യരുടെ രക്തം തൂത്തുമാറ്റാൻ പറ്റൂ. പക്ഷെ അതിലേക്ക് കൈ ചൂണ്ടി പഴയ നിയമത്തിൽ. അപ്പൊ പഴയ നിയമത്തിൽ പ്രതീകാത്മകമായിട്ട് എന്താണോ അവർ ഉന്നം വെച്ചിരുന്നത്, അത് ക്രിസ്തു സ്വന്തം രക്തത്താൽ, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായി അവന്റെ സ്വന്തം രക്തത്താൽ പാപം തൂത്തു കളഞ്ഞു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ യേശുവാണ് പുതിയ കൃപാസനം. അങ്ങനെ ചെയ്യാൻ കർത്താവിന് കഴിഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ആവർത്തിക്കുകയാണ്. അവൻ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും പാപം അവന് തൂത്തുകളയാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് ഈ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിലെ അടപ്പില് ഈ മൃഗരക്തം വീണപ്പോൾ പാപം തൂത്തുപോയി എന്നാണ് അവർ വിചാരിച്ചതെങ്കിൽ, ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തമാണ് അത് തൂത്തുകളയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന ആളെ സ്വയം പരിചയപ്പെടുത്തിയത് മനുഷ്യപുത്രൻ എന്നാണ്. സ്വർഗത്തിലാണ് മനുഷ്യപുത്രൻ, ദാനിയേൽ 7:14. പക്ഷെ ഭൂമിയിലുമാണവൻ. അതായത് സ്വർഗത്തിലും ഭൂമിയിലും കവിഞ്ഞു കിടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ സ്പർശിച്ചാൽ ദൈവത്തെ സ്പർശിക്കുകയാണ്. ഈ കൃപാസനത്തിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നുവെന്നും അവിടെ മൃഗരക്തം വീഴുമ്പോൾ, മനുഷ്യന്റെ പാപം ഉൾക്കൊള്ളുന്ന മൃഗരക്തം വീഴുമ്പോൾ ദൈവത്തെ സ്പർശിക്കുന്നതിനാൽ പാപം കത്തിപ്പോകുന്നു, മാഞ്ഞു പോകുന്നതാണ് അവർ സങ്കല്പിച്ചത്. പക്ഷെ മൃഗരക്തമായതോടെ സംഭവിച്ചില്ല. പക്ഷെ അവർ സങ്കല്പിച്ചു. ഇപ്പോ യേശു എന്ന ആളുടെ രക്തം, അല്ലെങ്കിൽ യേശു എന്ന ആളെ നമ്മൾ സ്പർശിക്കുമ്പോൾ, അവന്റെ രക്തം നമ്മളെ തൊടുമ്പോൾ നമ്മുടെ പാപം തൂത്തുപോകുകയാണ്. നമ്മുടെ പാപം തൂത്ത് മാറ്റപ്പെടുകയാണ്, തുടച്ചു മാറ്റപ്പെടുകയാണ്. അപ്പൊ മനുഷ്യരിലുള്ള അശുദ്ധി എന്ന പാപം എന്ന അശുദ്ധി ക്രിസ്തുവിന്റെ രക്തം ഒപ്പിയെടുത്ത് ഉന്മൂലനം ചെയ്യുന്നെന്നാണ് പൗലോസ്ലീഹ പറയണേ.
അതെല്ലാ തലമുറകളിലുമുള്ള മനുഷ്യർക്ക് ക്രിസ്തുവിനെ ശാരീരികമായി തൊടാനും അവന്റെ രക്തം സ്പർശിക്കാനും അവന്റെ രക്തം നമ്മെ സ്പർശിക്കാനും അവൻ സംവിധാനം ചെയ്ത കൂദാശയാണ്, മഹാത്ഭുതമാണ് വിശുദ്ധ കുർബാന. പൗരത്വ സഭകളില് തിരുരക്തവും തിരുശരീരവും ഒരുമിച്ചേ കൊടുക്കൂ. ലത്തീൻ സഭയിലും അത് കൊണ്ടുവരണം. തീർച്ചയായിട്ടും തിരുശരീരം ഭക്ഷിച്ചാലും മതി. പക്ഷെ അതല്ല, കർത്താവ് പറഞ്ഞു ഇത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി കുടിക്കുക, ഇത് വാങ്ങി കുടിക്കുക. അത് അൽമായർക്ക് അർഹതപ്പെട്ടതാണ്. അച്ഛന്മാരത് മനസ്സ് വെക്കണം, ലത്തീൻ അച്ഛന്മാരും മനസ്സ് വെക്കണം. രണ്ടും കൂടി കൊടുക്കുക, ഇത്ര പ്രയാസമേ ഉള്ളൂ. സമയമൊന്നും വ്യത്യാസം വരില്ല. ഒരു ട്രെയിനിങ് വേണം, അതിൽ സംവിധാനം വേണം, അത്രയേ ഉള്ളൂ. അതൊന്നും ഉണ്ടാക്കാൻ പ്രയാസമില്ല, മനസ്സ് മതി. അപ്പോൾ കർത്താവിന്റെ തിരുരക്തം നമ്മെ തൊടാനും നമുക്ക് തിരുരക്തത്തെ തൊടാനും ഈ പറഞ്ഞ വാക്കനുസരിച്ചുള്ള നീതിമൽക്കരണം പ്രാപിക്കാനും രക്ഷ പ്രാപിക്കാനും കഴിയും. കൗതാശികമായിട്ടാണത്. ആ കൗതാശികമായത് യാഥാർത്ഥ്യമാകണം ജീവിതത്തില്. അത് നമ്മൾ എന്താണോ അനുഭവിച്ചത്, ആ സ്നേഹം, കർത്താവിന്റെ ഈ സ്നേഹം, അത് നമ്മൾ പള്ളിക്ക് പുറത്ത് ജീവിക്കുമ്പോൾ ഈ രക്ഷ, ഈ നീതി മറ്റുള്ളവരിലേക്കും എത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ രക്ഷയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, നീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു മഹാ അത്ഭുതമാണ് കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കത്തോലിക്കർക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം മറ്റ് ചില പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് ഉപേക്ഷിച്ച് പോയ ആളുകളുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന്. തിരിച്ചു വരണം. രക്തം കൊണ്ടുള്ള നീതിമൽക്കരണം നടക്കണമെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ ഈ കുറച്ച് ഭാഷാപരത്തിൽ സംസാരിച്ചാലും അത്ഭുതങ്ങൾ ചെയ്താലൊന്നും പരിശുദ്ധാത്മാവാകില്ല. പരിശുദ്ധാത്മാവെന്നും ദൈവിക ജീവനാണ്. ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അത് കൗതാശികമായിട്ട് കിട്ടിയാലാണ് മനുഷ്യാവതാരത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുള്ളൂ. മനുഷ്യാവതാരം എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനായി ഭൂമിയിലായി. അത് അന്ന് ഉണ്ടായത് ലോകാവസാനം വരെയുള്ളവർക്ക് ആ മനുഷ്യാവതാരം നൈരന്തര്യമാക്കപ്പെടാൻ വേണ്ടിയാണ് കൂദാശകള്. വിശേഷിച്ച് മാമോദീസയും തൈലാഭിഷേകവും പിന്നെ വിശുദ്ധ കുർബാനയും. അത് നമുക്ക് ആസ്വദിക്കാൻ, ശാരീരികമായിട്ട് ആസ്വദിക്കാൻ കർത്താവ് വഴിയൊരുക്കിയിരിക്കുക. അത് നമ്മൾ നിഷേധിക്കരുത്. കഴിയുമ്പോഴൊക്കെ അത് നടക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.